രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേതസേ രഘുനാഥായ നാഥായ സീതായ പതേ നമഃ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യകവിദാശാഖാം വന്ദേ വാൽമീകി കോകിലം ജാനകീജീവനസ്മരണം. ജയ ജയ രാമ രാമ. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ശ്രീമദ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് വാൽമീകി രാമായണത്തിൽ നമ്മൾ ഹനുമാൻ സീതയെ തിരയുന്നതും കാണാതെ ദുഃഖിക്കുന്നതും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. മണ്ഡോദരിയെ കണ്ട് സീതയാണ് എന്ന് സന്തോഷിച്ചു. സന്തോഷത്തിൻ്റെ വളരെയധികം പ്രകടനങ്ങളും സ്വയം ഉണ്ടായി. ആരും കാണാനൊന്നുമില്ല, ആഹ്ലാദ പ്രകടനം സ്വയമാണ്. പക്ഷേ വളരെ വേഗം അത് തിരിച്ചറിഞ്ഞു, സീതയാവാൻ ഒരു തരത്തിലും വഴിയില്ല. സീതയുടെ ഇപ്പോഴത്തെ അവസ്ഥയായിട്ട് ചേരാത്ത പല കാര്യങ്ങളും ശ്രദ്ധിച്ചു. നല്ല വേഷം, ധാരാളം ശരിക്കും ഭക്ഷണമൊക്കെ കഴിക്കാതെ ക്ഷീണിക്കുന്ന അവസ്ഥ, അങ്ങനെയൊക്കെയാണ് ഉണ്ടാവേണ്ടത്. അതൊന്നും ഇവിടെ കണ്ടില്ല. പട്ടിണി കിടന്നതായിട്ട് ലക്ഷണങ്ങളില്ല, ക്ഷീണമില്ല, അവശതയില്ല, നല്ല വേഷം, ഉറക്കം ശരിക്കുണ്ട്, ഉറങ്ങുന്നതായിട്ടാണ് കണ്ടത്. അപ്പം അങ്ങനെയുള്ള ഒരു സീത ആവില്ലല്ലോ. ആ ഉണ്ടായ സന്തോഷം മുഴുവനെ പോവുകയും ചെയ്തു. അതിനുശേഷം വീണ്ടും തിരച്ചിൽ തുടരുകയാണ്. കിട്ടണവരെ തിരയുക, അതാണല്ലോ. അങ്ങനെ തിരഞ്ഞ് പാനഭൂമിയിലെത്തി. അതിനായിട്ടൊരു സ്ഥലം ഉണ്ടെന്നാണ്. അത് നല്ലതാണ്, കാരണം അവിടെ കഴിയുമല്ലോ ഈ കോലാഹലമൊക്കെ. അപ്പോൾ രാവണൻ്റെ പാനഗൃഹം എന്ന് പറഞ്ഞാൽ മദ്യപാനത്തിനുള്ള ശാലയും എന്നൊക്കെ ഈ വർണ്ണിക്കുമ്പോൾ ഉണ്ടാവും. ആ ശാലയും ഒന്നങ്ങനെ വർണ്ണിക്കുകയാണ്. അവധൂയച്ച താം ബുദ്ധിം ബഭൂവാവസ്ഥിത തഥാ ജഗാമ ച അവരാം ചിന്താം സീതാം പ്രതി മഹാകവി. രാമനോട് വേർപെട്ട ഭാമിനി ആയ സീത ഉറങ്ങില്ല, ഉണ്ണില്ല, പാനം ചെയ്യില്ല. അങ്ങനെ ഇരിക്കെ ഇത് സീതയാവാൻ വഴിയില്ല. അങ്ങനെ മദ്യശാലയിലേക്ക് പ്രവേശിച്ചപ്പോൾ പരസ്പരം കുറേ ആളുകൾ തളർന്ന് കിടക്കുന്നുണ്ട്. പാട്ട്, നൃത്തം മുതലായിട്ടത് കഴിഞ്ഞ് മദ്യപാനം നടന്ന് അങ്ങനെയൊക്കെ കഴിയുന്ന കുറേ ആളുകളെ കണ്ടു. പിന്നെ ആ മദ്യശാലയെ കുറേ ഇങ്ങനെ വർണ്ണിക്കുകയാണ്. പാനശാലയിൽ പോത്തിൻ്റെ ഇറച്ചി, പന്നിയുടെ ഇറച്ചി, മയിലിൻ്റെ ഇറച്ചി, കോഴിയുടെ ഇറച്ചി, മത്സ്യം, മാന്, ചകോരം, ഈ പക്ഷികളുടെ ഇറച്ചി, പലതരത്തിലുള്ള ലേഹ്യങ്ങൾ, മുള്ളൻ മത്സ്യമുണ്ട്, മുള്ളൻ പന്നിയുണ്ട്. ഇതിൻ്റെയൊക്കെ പകുതി ഭക്ഷിച്ചവയും അങ്ങനെ ഒക്കെയുള്ള കഷ്ണങ്ങളായിട്ടും അവശിഷ്ടങ്ങളായിട്ടും കണ്ടു. പാനഭൂമിയിൽ മാല, ചിലമ്പ്, വളകൾ, പഴങ്ങളൊക്കെ ഉണ്ട്. പലതരത്തിലുള്ള ശയനീയങ്ങൾ, ആസനങ്ങൾ, അതൊക്കെ കണ്ടു. പലതരത്തിലുള്ള ദേഹണ്ണക്കാർ ഉണ്ടാക്കി വെച്ചതായിട്ടുള്ള വിഭവങ്ങൾ, കിണ്ടി, പൊട്ടിയ കിണ്ടികൾ, മാലകൾ, പാത്രങ്ങൾ, മദ്യം, ശർക്കര, തേന്, പൂവ്, മദ്യക്കുടങ്ങൾ ഒക്കെ കണ്ടു. പാനശ്രേഷ്ഠൻ തഥാപൂരി കവിത്തത്ത ദീർശ. മദ്യക്കുടങ്ങൾ വെള്ളി കൊണ്ടും തങ്കം കൊണ്ടും ഉണ്ടാക്കിയിട്ടുള്ളതും പകുതി ഒഴിഞ്ഞതും മുഴുവനും ഒഴിഞ്ഞതും പൂർണ്ണമായിട്ട് നിറഞ്ഞതും ആയ കുടങ്ങൾ കണ്ടു. പലതരത്തിലുള്ള തരുണീമണികൾ പരസ്പരം കെട്ടിപ്പുണർന്ന് കിടക്കുന്നതും കണ്ടു. അവർ നല്ല ഉറക്കമായതുകൊണ്ടും അവർ ഇളകാത്തതുകൊണ്ട് വസ്ത്രങ്ങൾ ഇളകിയിരുന്നില്ല. നിശ്ചലമായിട്ടുള്ള വസ്ത്രമാവുമല്ലോ. അതുപോലെ ചന്ദനത്തിൻ്റെ ഗന്ധം ഉണ്ടായിരുന്നു. അവിടെയൊക്കെ അത്യാവശ്യം കാറ്റ് വീശിയിരുന്നു. കറുത്തവരും ഇരുനിറക്കാരും പല നിറത്തിലുള്ളവരെയും ആ ഹനുമാൻ നോക്കിക്കണ്ടു. പാനശാലയിൽ സീതയെ അന്വേഷിക്കുകയാണ്. പക്ഷെ അവിടെ ഒന്നും കണ്ടില്ല. അപ്പോൾ പലതരത്തിലും കൂടിയ താമരയിലെ പോലെ ആളുകളെ കണ്ടു. എന്താണ് സീതയെ കാണാത്തത്? അപ്പോൾ ഒരു ചിന്ത വന്നു. ഈ സ്ത്രീകളെയൊക്കെ താൻ ഈ സ്ത്രീകൾ കിടക്കുന്ന സ്ഥലത്ത് നോക്കുക എന്ന് പറയുമ്പോൾ അതിലൊരു ധർമ്മവിരോധമില്ലേ എന്നങ്ങനെ തോന്നുകയാണ്.
അപ്പം താൻ ഈ ചെയ്യുന്നതിൽ എന്തെങ്കിലും ചില പാപമോ യോജിക്കായ്മ കൊണ്ട് തനിക്ക് വല്ലതും ഉണ്ടാവുമോ എന്നങ്ങനെ. ന ശക്യ പ്രമദ നഷ്ടാമൃഗീഷു പരിമാർഗിതം തടിതം മാർഗിതം താവച്ച് ശുദ്ധേന മാനസാമയ. ഇവിടെ സ്ത്രീയോ ഹി സ്ത്രീഷു ദൃശ്യന്തേ. സ്ത്രീകളുടെ അടുത്തല്ലേ സ്ത്രീകളെ കാണുള്ളൂ. തനിക്കിപ്പോൾ കാണേണ്ടത് സീതയാണ്. അപ്പോൾ സ്ത്രീകളുടെ ഇടയിൽ നോക്കാണ്ട് കാണാനായിട്ട് പറ്റില്ലല്ലോ. പിന്നെ തനിക്ക് അവിടെ ഈ സ്ത്രീകളെ കണ്ട ഒരു വികാരമോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും തോന്നിയിട്ടുമില്ല. കാമം ദൃഷ്ടമയ സർവ വിശ്വസ്ത രാവണസ്ത്രീയ നഹിമേ മനസ്സ കിഞ്ചിൽ വൈകൃത്യം ഉപപദ്ധ്യത. എൻ്റെ മനസ്സിന് ആ സ്ത്രീകളെ കണ്ടിട്ട് യാതൊരുവിധ ഭാവഭേദവും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാൻ തെറ്റല്ല ചെയ്യുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. സ്ത്രീകളുടെ ഇടയിൽ അല്ലാണ്ട് സ്ത്രീകളെ എങ്ങനെ അന്വേഷിക്കാൻ പറ്റും? അപ്പോൾ ഇതിപ്പോൾ എനിക്ക് ചെയ്തേ പറ്റൂ എന്നുള്ളത് കൊണ്ട് ചെയ്തു എന്നല്ലാണ്ട് ഒരു സ്ത്രീയിലും യഥാർത്ഥത്തിലുള്ള തെറ്റായ ചിന്തകളില്ലാത്തത് കൊണ്ട് ഞാൻ ചെയ്യുന്നത് തെറ്റല്ല എന്ന് എനിക്ക് തോന്നുന്നു. പെട്ടെന്നൊരു സംശയം എന്നതാണ് ഈശ്വര. ഈ സ്ത്രീകളുടെ ഇടയിൽ ഇങ്ങനെ ഒരു പുരുഷൻ അനുമാനത്തിലും പുരുഷൻ അപ്പം ശരിയാണല്ലോ, ശരിയാവുമോ, അത് എല്ലാം തെറ്റും അതിനകത്തില്ലേ, ഒരപാകത ഇല്ലേ എന്നൊക്കെ ധർമ്മലോപം വരുമോ, പരസ്ത്രീകളെ കാണുക എന്ന പാപം വരുമോ എന്നൊക്കെ ഒരു ചിന്ത. പക്ഷെ അപ്പം തന്നെ ഒന്നും മനസ്സിലിളക്കമില്ല. അപ്പം പിന്നെ അത് പാപമല്ലല്ലോ. കാമം ദൃഷ്ടമയ സർവ വിശ്വസ്ത രാവണത്രിയ ന ഹിമേ. കാമമോ മനസ്സിന് അത്തരത്തിലുള്ള ചിന്താഗതികളോ തീരെ ഉണ്ടാവുന്നില്ല. സ്ത്രീയോ ഹി സ്ത്രീഷു ദൃശ്യന്ത്. സ്ത്രീകളുടെ ഇടയിലല്ലേ സ്ത്രീകളെ കാണാൻ പറ്റൂ. സീതയാണ് തനിക്ക് കാണേണ്ടത്. അപ്പോൾ ഇങ്ങനെ നോക്കാണ്ടേ അന്വേഷിക്കാണ്ടേ എങ്ങനെയാണ് കാണുക എന്ന് ചിന്തിച്ചു. ദേവഗന്ധർവ നാഗകന്യകമാരെ എല്ലാം കണ്ടു, പക്ഷേ സീതയെ മാത്രം കണ്ടില്ല. തുടർന്ന് ആ അന്തഃപുരത്തിൽ മുഴുവനെ തുടർന്ന് അന്വേഷിക്കുകയാണ്. പള്ളികളുടെ ഇടയിലെ ലതാഗൃഹത്തിൽ മരിച്ചുവോ എന്നൊരു ചിന്തയും ഇടയിൽ വരാതിരുന്നില്ല. ദുഷ്ടരാക്ഷസൻ കൊന്നുണ്ടാവുമോ? അങ്ങനെ വരാം. സചിന്തയാമാസ തതോ മഹാകവി പ്രിയാം അപശ്യൻ രഘുനന്ദനസിതം ധ്രുവം ഹി സീത മ്രിയതേ യദാനമേ. മരിച്ചിട്ടുണ്ടാവുമോ? ആ രാക്ഷസന്മാരെ പേടിച്ച് സ്വയം വല്ല ആത്മഹത്യ പോലെ വല്ലതും ചെയ്തിട്ടുണ്ടാവുമോ? സീതയെ കാണാതെ ഞാൻ എങ്ങനെയാണ് ലങ്കയിൽ നിന്ന് മടങ്ങുക, കിഷ്കിന്ധയിലേക്ക് മടങ്ങുക? രാവണൻ്റെ കൈകളിൽ പെട്ട് ആ സീത മരിച്ചിട്ടുണ്ടാവുമോ? രാവണനെ ഭയന്ന് വീണിട്ടുണ്ടാവുമോ സമുദ്രത്തിലേക്ക്? അങ്ങനെയും വരാം. രാവണൻ്റെ കൈകൾ പിടികിട്ടാതെ വീഴുക. ആകാശത്തു കൂടെയാണ് വരുന്നത്, നിലത്തു കൂടെയൊന്നുമല്ലല്ലോ. അങ്ങനെ വല്ലതും വന്നിട്ടുണ്ടാവുമോ? രാവണൻ കൊന്നുണ്ടാവുമോ? ഇത്തരത്തിലുള്ള ചിന്തകൾ ഒക്കെ മനസ്സിൽ വന്നു. എങ്ങനെയായാലും ഞാൻ സുഗ്രീവനെ സീതയെ കണ്ടല്ലാണ്ട് കാണില്ല. അഥവാ സീതയെ കണ്ടില്ലെങ്കിലോ സുഗ്രീവനെ കാണണ്ടെന്ന് വയ്ക്കുകയായിരിക്കും നല്ലത്. കാരണം ഒരുപാട് അബദ്ധങ്ങൾ അതിനകത്തുണ്ട്. ആ വാനരന്മാർ മുഴുവൻ എന്നെ കാത്തിരിക്കുകയാണ് സീതയെ കണ്ട് വരുന്നു വെച്ചിട്ട്. അവരെല്ലാം ചിലപ്പോൾ ഞാൻ സീതയെ കാണാതെയാണ് പോയതെന്ന് പറഞ്ഞാൽ പ്രായോപവേശം ചെയ്യാനും സാധ്യതയുണ്ട്. ഭക്ഷണം കഴിക്കാതെ മരിക്കുക, അതാണ് പ്രായോപവേശം. കാരണം സുഗ്രീവൻ കൊല്ലുന്നതിനേക്കാളും ഭേദം അതാണെന്ന് വിചാരിച്ചിട്ട് പ്രായോപവേശം ചെയ്താലോ? ജാമ്പവാൻ, അങ്കദൻ മുതലായിട്ടുള്ളവരൊക്കെ ഏതവസ്ഥയാണ് പ്രാപിക്കുക ഞാൻ സീതയെ കാണാതെ പോയാൽ? എന്തായാലും മനസ്സ് കുറേശ്ശെ വിഷമിക്കാൻ തുടങ്ങുമ്പോൾ സ്വയം ഉത്സാഹം ഉണ്ടാക്കി. ഉത്സാഹമാണ് എല്ലാറ്റിനും കാരണം. അനിർവേദ ശിയോ മൂലം നിർവേദ പരം സുഖം. ഉത്സാഹം തന്നെയാണ് എല്ലാ കാര്യത്തിനും വിജയത്തിന് അടിസ്ഥാനം. അനിർവേദോഗി സതതം സർവാർത്ഥേഷു പ്രവർത്തക. ഒന്നിനും ഉത്സാഹമില്ലെങ്കിൽ ഒരു കാര്യവും ലോകത്തിൽ നടക്കില്ല. അതുകൊണ്ട് മനസ്സെന്തായാലും കീഴ്പ്പെട്ടു പോകുന്നത് ശരിയല്ല എന്നങ്ങനെ ചിന്തിച്ചു. ഉത്സാഹത്തോടുകൂട്ട് വീണ്ടും സർവ്വഗൃഹങ്ങളിലും സർവ്വസ്ഥലത്തും വള്ളിക്കുടലുകളും ആ മാരുതി സീതയെ തെരഞ്ഞു. തിരച്ചിൽ തുടർന്നുകൊണ്ടേയിരുന്നു. ആ വാനരൻ്റെ തിരച്ചിലെത്താത്ത ഒരു സ്ഥലവും ലങ്കയിലുണ്ടായിരുന്നില്ല എന്ന് പറയാണ്. പ്രവിശൻ നിഷ്പദാശ്ചാപി പ്രപദൻ ഉൽപ്പദൻ നവി സർവം അപ്യവകാശംസ വിചാര മഹാകവി. രാവണാന്തപുരേ തത്നൻ യൻ കബിർ ന ജഗാമസ. രാവണാന്തപുരത്തിൽ കവിയുടെ സ്ഥലം എത്താത്ത ഒരു വിരൽ സ്ഥലം പോലും ഉണ്ടായിരുന്നില്ല.
ഒരു സ്ഥലത്തും ശ്രദ്ധ എത്താതെയോ നോക്കാതെയോ ഉണ്ടായിരുന്നില്ല. മതിൽ, ഇടവഴികൾ മുതലായിട്ടുള്ള എല്ലാ സ്ഥലത്തും വിദ്യാധര സ്ത്രീകളെ കണ്ടു, അവരെ കണ്ടു, ഇവരെ കണ്ടു. പക്ഷേ രാമപ്രിയായ സീതയെ മാത്രം കണ്ടില്ല. അങ്ങനെ മാളികയ്ക്ക് പുറത്ത് കടന്നു. പിന്നെ കുറേ ചിന്തകൾ ഹനുമാൻ്റെ മനസ്സിൽ മിന്നൽ പോലെ കടന്നുപോയി എന്ന് പറയുകയാണ്. സ്വയം ഇങ്ങനെ പറയുകയാണ്, എവിടെയായിരിക്കും ഈ സീത ഉണ്ടാവുക? പൊയ്കകൾ, തടാകങ്ങൾ മുതലായിട്ടവിടെ എല്ലാം തിരഞ്ഞു. സമ്പാദി പറഞ്ഞിട്ടുണ്ടല്ലോ കാണുന്നു. സമ്പാദിവാക്യം ഒരിക്കലും തെറ്റാൻ വഴിയില്ല. അപ്പോൾ വിമാനത്തിൽ നിന്ന് താഴെ വീണിട്ടായിരിക്കുമോ, രാക്ഷസൻ്റെ കൈകളിൽ പെട്ട് മരിച്ചതായിരിക്കുമോ മുതലായ ചിന്തകളെല്ലാം ഉണ്ടായി. താൻ ഇവിടുന്നാണ് പോവുകയാണ്, സീതയെ കാണാതെ എന്നുണ്ടെങ്കിൽ സുഗ്രീവൻ തീർച്ചയായിട്ടും ദുഃഖിക്കും. ചിലപ്പോൾ സുഗ്രീവൻ മരിക്കാനും മതി. രാമനോടുള്ള പ്രതിജ്ഞ നിറവേറ്റാൻ സാധിക്കാത്ത മനോവിഷമത്തിൽ മരിക്കാം. അത് കഴിയുമ്പോൾ പിന്നെ അംഗദൻ ജീവിച്ചിരിക്കുമോ? ഇതൊക്കെ ഹനുമാൻ്റെ ചിന്തകളാണ്. അംഗദൻ ജീവിച്ചിരിക്കുന്നതിന് വഴിയില്ല. ഈ സീത കാണപ്പെടാതെ ഞാൻ പോയാൽ രാമനും ചിലപ്പോൾ ജീവൻ വെടിഞ്ഞു എന്നൊരു പല പ്രാവശ്യം രാമൻ പറഞ്ഞതാണ്. സീത ഇല്ലാണ്ട് ഞാൻ ജീവിച്ചിരിക്കില്ല ലക്ഷ്മണ. അപ്പോൾ രാമനും ജീവൻ വെടിയും. രാമൻ ജീവൻ വെടിഞ്ഞു കഴിഞ്ഞാലോ ലക്ഷ്മണൻ ജീവൻ വെടിയും. അങ്ങനെയാണല്ലോ. പഞ്ചത്വം ച ഗതേരാജ്ഞി താരാവിന ഭവിഷ്യതി. സുഗ്രീവൻ മരിച്ചു പോയാൽ പിന്നെ താര ബാക്കി ഉണ്ടാവുമോ? താരി ഉണ്ടാവില്ല, രുമി ഉണ്ടാവില്ല. അത് കഴിഞ്ഞാൽ ഭരതൻ ബാക്കി ഉണ്ടാവുമോ? രാമൻ പോയി എന്ന് കേട്ടാൽ ഭരതൻ ബാക്കി ഉണ്ടാവില്ല. പിന്നെ ശത്രുഘ്നനും ഉണ്ടാവില്ല. ഇവരൊക്കെ പോയാൽ പിന്നെ അമ്മമാർ ജീവിച്ചിരിക്കും. ഇതൊക്കെയാണ് ഹനുമാൻ്റെ ചിന്തകൾ. കൗസല്യ, അതുപോലെ തന്നെ കൈകേയി, സുമിത്ര, ഇവരും ജീവൻ വെടിയും. അപ്പം ഞാൻ ഇവിടുന്ന് സീതയെ കാണാതെയാണ് പോയാൽ ഇത്രയും അനർത്ഥങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ഉണ്ടാവും എന്ന് ഹനുമാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്. പുറമേ വാനരന്മാർ മുഴുവനെ മരിക്കും. അപ്പോൾ എത്ര വലിയ അനർത്ഥമാണ് താൻ ഇവിടുന്ന് സീതയെ കാണാതെ ആണ് പോവുകയാണെങ്കിൽ ഉണ്ടാവുക. ശൈല അഗ്രേഭ്യ പതിഷ്യന്തി സമേത്യ വിഷമേഷുഷ വിഷം ഉൽബന്ധനം വാവി പ്രവേശം ജ്വലനസ്യവ. മരങ്ങളുടെ മുകളിൽ നിന്ന് വാനരന്മാർ കീഴ്പ്പെട്ട് ചാടി മരിക്കും, അല്ലെങ്കിൽ ഉപവാസം അനുഷ്ഠിച്ചിട്ട് മരിക്കും, വിഷം കഴിച്ചിട്ട് മരിക്കും. ഏത് രീതിയിലെങ്കിലും അവർ ജീവൻ ഒടുക്കും. അപ്പോൾ ഹനുമാൻ ചിന്തിക്കുകയാണ്, ഞാൻ നല്ലത് വാനപ്രസ്ഥം സ്വീകരിക്കുക, ഒരിക്കലും ഇനി അങ്ങോട്ട് പോകാണ്ടിരിക്കുക നല്ലത്. സീതയെ കാണാതെ ലങ്കയിൽ നിന്ന് മടങ്ങണ പ്രശ്നമില്ല. നജശിക്ഷ്യാം മെഹം ദ്രട്ടും സുഗ്രീവം മൈഥിലിം വിനാ. മൈഥിലി വിനാണ്ട് സുഗ്രീവൻ ജീവിക്കില്ല, മൈഥിലിയെ കൂടാതെ. അപ്പം നല്ലത് എന്താണ്? വാനപ്രസ്ഥോ ഭവിഷ്യാമി കദൃഷ്ട ജനകാത്മജാം. അദൃഷ്ട, കാണാതെ കണ്ട്, സീതയെ കാണാതെ കണ്ടാണെച്ചാൽ പിന്നെ നല്ലത് എന്താ പറയുക? വാനപ്രസ്ഥം. മരണമോ വാനപ്രസ്ഥമോ ആണ് നല്ലത്. ഇപ്രകാരം ഹനുമാൻ ഒരുപാട് ചിന്താധാരകൾ, ധാരധാരയായിട്ടുള്ള ചിന്തയുടെ മാലകൾ തന്നെ ഉണ്ടായി. വീണ്ടും വീണ്ടും തിരയണം എന്നങ്ങനെ പറഞ്ഞ് ഒടുവിൽ എവിടെ എത്തി? അശോകവനികയിലേക്ക് എത്തി എന്ന് പറയുകയാണ്. അവിടെയാണ് സീത ഉള്ളത്. അങ്ങനെ നോക്കിയിട്ട് അശോകവനിക പറയുന്ന വളരെ കേയമായിട്ടുള്ള ഒരു വനികയാണത്. അശോകം എന്ന് പറഞ്ഞിട്ടുള്ളതായ വനം ആണ് എന്നാണ് നമ്മുടെ തെറ്റിദ്ധാരണ ഉണ്ടാവുക. അതല്ല എന്നാണ്. അശോകവനിക എന്ന് പറഞ്ഞാൽ ആ വനികയുടെ പേരാണ്. അശോകവൃക്ഷം അവിടെ ഉണ്ടാവാം, പക്ഷെ അത് മാത്രമൊന്നുമല്ല. ശിംശിപാവൃക്ഷത്തിൻ്റെ ചുവട്ടിലാണ് സീത തന്നെ ഉള്ളത്. അപ്പോൾ അനവധി വൃക്ഷങ്ങൾ വേറെയുണ്ട്, അനവധി അത്ഭുതങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനെ അശോകവനിക എന്ന് വിളിച്ചു. അശോകം മാത്രമുള്ളത് കൊണ്ടല്ല, അതുകൊണ്ടല്ല അശോകവനിക എന്ന് പറയുന്നത്. അതിൻ്റെ പേരാണ് അശോകവനിക എന്ന് പറഞ്ഞിട്ടുള്ള ആ പേര്, അത്രയേ ഉള്ളൂ. അപ്പോൾ അവിടെ മുഴുവനും ചിന്തിച്ചു. അപ്പോൾ വളരെ തിരഞ്ഞു നോക്കുമ്പോൾ ആ അശോകവനിക ഒരുപാട് ശ്ലോകങ്ങളെ കൊണ്ടാണ് വർണ്ണിക്കണം. 1-2 ശ്ലോകമൊന്നുമല്ല, അത്രയധികം അത്ഭുതമായിരുന്നു. അശോകവനികാചയം ദിശ്യതേയ മഹാദ്രുമ. മഹാവൃക്ഷങ്ങളടങ്ങിയിട്ടുള്ള അശോകവനിക ഞാനിതാ കാണുന്നു. ഇവാം അഭിഗമിഷ്യാമി നഹീയം വിജിതാമയ. എല്ലാവരെയും ചിന്തിച്ചു, ഈശ്വര, ഈ അശോകവനികയിലെങ്കിലും ഞാൻ സീതയെ കാണണമേ. അങ്ങനെ മനസ്സിൽ എന്തൊക്കെ ചിന്തിച്ചു? വസൂൻ രുദ്രാൻ തദാദിത്യാനശ്വിനോ മരുതോപിച്ച. വസുക്കളെ രുദ്രന്മാർ, ആദിത്യന്മാർ,
12 ആദിത്യന്മാർ, അഷ്ടവസുക്കൾ, അങ്ങനെയൊക്കെയാണല്ലോ. താഴത്തൊരു 30 മുക്കോടി ദേവകൾ എന്ന് പറയണത്. ഏകാദശ രുദ്രന്മാർ, അഷ്ടവസുക്കൾ 8 ആൾ, 11 രുദ്രന്മാർ, 12 ആദിത്യന്മാർ, അശ്വിനി ദേവതകൾ. അപ്പോൾ അവരെയൊക്കെ ഇവിടെ സങ്കല്പിച്ചു. 30 മുക്കോടി ദേവകൾ എന്ന് പറഞ്ഞാൽ 30 മുക്കോടിയിലും വെറും 33 ഉള്ളൂ. ഈ 33 ദേവതകളെ, മരുത്തുക്കൾ, അശ്വിനി ദേവതകൾ മുതലായിട്ടുള്ളവരെ മുഴുവൻ സങ്കല്പിച്ച്, ഈശ്വര ഇതിലെങ്കിലും ഞാൻ സീതയെ കാണണേ. ബാക്കിയൊക്കെ തിരഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. സീത ഇല്ലാതെ എനിക്ക് സുഗ്രീവനെ കാണാൻ സാധ്യമല്ല. അതിലും ഭേദം പ്രായോപവേശം ചെയ്ത് മരിക്കുകയായിരിക്കും. അതുകൊണ്ട് ഇവിടെയെങ്കിലും കാണണമേ, അശോകവനികയിലുണ്ടാവും എന്ന് സമ്പാദിയും പറഞ്ഞിട്ടുണ്ട്. നമോത്വരാമായ സ ലക്ഷ്മണായ ദേവീ ച തസ്യൈ ജനകാത്മജായി നമോത്തു രുദ്രേന്ദ്രമാനിലേഭ്യോ നമോത്തു ചന്ദ്രാർക്കമരുഗണേഭ്യ. ഇവരെ മുഴുവനെ ചിന്തിച്ചു. സീതയെ ചിന്തിച്ചു, രാമനെ ചിന്തിച്ചു, രുദ്രൻ, മരുത്തുക്കള, ചന്ദ്രൻ, അർക്കൻ മുതലായിട്ടൊരു ചന്ദ്രാർക്ക, നമോത്തു ചന്ദ്രാർക്കമരുഗണേഭ്യ. എല്ലാവരെയും മനസ്സിലങ്ങനെ സങ്കല്പിച്ച്, ഈശ്വര ഈ അശോകവനികയിലെങ്കിലും സീതയെ, ദേവിയെ കണ്ടെത്താനായിട്ട് സാധിക്കണമേ. സ തേഭ്യത്തു നമക്കത്താ സുഗ്രീവായ മാരുതി. രാജാവായിരിക്കുന്ന സുഗ്രീവനെയും നമസ്കരിച്ചു. സുഗ്രീവനെ പേടിച്ചിട്ടാണ് അവിടെ വന്നിരിക്കുന്നത്. ആ സുഗ്രീവനെയും നമസ്കരിച്ച് സമലോക്യ അശോകവനിക അമ്പ്രതി, അശോകവനികയുടെ നേരെ എന്നങ്ങനെ ഇവരെയൊക്കെ മനസ്സിൽ ചിന്തിച്ചിട്ട് ഒന്നങ്ങോട്ട് നോക്കണം. അപ്പോഴോ ഇനി എന്താണ് ഇവിടുന്ന് അങ്ങോട്ട് വേണ്ടത് എന്നങ്ങനെ മനസ്സിൽ ചിന്തിച്ചു. അങ്ങനെ ഋഷിമാർ, ദേവന്മാർ മുതലായിട്ടവരൊക്കെ എനിക്ക് സ്വാധീനമാവട്ടെ, അല്ലെങ്കിൽ എൻ്റെ നേരെ പ്രസാദിക്കട്ടെ, വായുദേവനും എൻ്റെ നേരെ പ്രസാദിക്കട്ടെ എന്ന് വീണ്ടും വീണ്ടും വരുണൻ, ചന്ദ്രൻ, ദേവന്മാർ ഇവരെയൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ആ അശോകവനികയിലേക്ക് നോക്കി സീതാദേവിയുടെ മുഖം, സീതാദേവിയുടെ ദർശനം എനിക്ക് ഉണ്ടാവണേ എന്ന് പറയണം. സ മുഹൂർത്തം ഇവത്യാത്ര മനസാ ചാതിഗമ്യതാം അപപ്ലുതോ മഹാതേജ പ്രാകാരം തസ്യ വേശ്മന. ആ ഭവനത്തിൽ നിന്ന് എവിടേക്ക് ചാടി? മതിൽക്കെട്ടുകളൊക്കെ ഉള്ളതായിരിക്കുന്ന അശോകവനികയിലേക്കാണ് ചാടുകയാണ്. ധാരാളം പൂത്തൊലഞ്ഞ് നിൽക്കുന്ന വൃക്ഷങ്ങൾ. എന്തൊക്കെ പുഷ്പങ്ങളാണെന്ന് വെച്ചില്ല, പ്ലാശ, ചെമ്പകം, നാഗവൃക്ഷം, നാഗവല്ലി എന്ന് പറയുന്നതായിട്ടുള്ള വൃക്ഷമാണ്. അതുപോലെ തന്നെ വരിയോട് കൂടിയിട്ട് പുതുതായിട്ട് പുഷ്പിച്ചതായിട്ടുള്ള വൃക്ഷങ്ങൾ, മാൻതോപ്പുകൾ, വല്ലി വൃന്ദങ്ങൾ, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ അതാ പറഞ്ഞത്, ഒരു അശോകവനിക എന്ന് പറഞ്ഞാൽ അശോകം മാത്രമല്ല, ഒരുപാട് വൃക്ഷങ്ങൾ അത്ഭുതകരമായിട്ട് ഉണ്ടായിരുന്നു. അതെല്ലാം ആ കവി നോക്കിക്കണ്ടു. അത്ഭുതാകാരമായിട്ട് അങ്ങനെ നോക്കിക്കാണുകയാണ്. പക്ഷികളുടെ നാദം, വൃക്ഷങ്ങളുടെ ആ മനോഹരമായിട്ടുള്ള സ്വർണ്ണവർണ്ണത്തിലുള്ള വൃക്ഷങ്ങൾ അടക്കമുണ്ടെന്നാണ്. പിന്നെ മാനുണ്ട്, പറവകളുണ്ട്, ഒരുപാട് അത്ഭുതങ്ങളും ചൈത്യപ്രാസാദങ്ങളും പല കെട്ടിടങ്ങളും ഉള്ള ഒരു കോംപ്ലക്സാണ് ഈ അശോകവനിക. മരങ്ങളുള്ള ചെറിയൊരു അതൊന്നും അല്ല എന്നർത്ഥം. അപ്പം അതിൽ കുയിലുണ്ട്, വണ്ടുണ്ട്, മയിലുണ്ട്. ഈ ഹനുമാൻ അവിടേക്കാണ് ചെന്നപ്പോൾ ഈ പക്ഷികളൊക്കെ ഉറങ്ങുമായിരുന്നു. അവരൊക്കെ ഉണർന്നു, ശബ്ദം ഉണ്ടാക്കിയിട്ട് പേടിച്ച് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കാൻ തുടങ്ങി. ഇതെന്താ ഇപ്പോൾ ഈ സത്വം ഇതിലിടയ്ക്ക് വരണത്? അത്രയും ഭീമാകാരനാണല്ലോ ഹനുമാൻ. അങ്ങനെ ആ പക്ഷികളെയൊക്കെ പേടിപ്പിച്ചുകൊണ്ട് പൂക്കളൊക്കെ ചിലത് ഉതിർന്നു വീണു എന്നാണ്. സാധാരണ വലിപ്പത്തിലുള്ള ഹനുമാൻ അങ്ങോട്ട് ചെന്നപ്പോൾ പൂക്കളുകൾ ഉതിർന്നു വീണു. അതുപോലെ തന്നെ വലിയൊരു മല പോലെ ആ ഹനുമാൻ വിളങ്ങി എന്ന് പറയണം. വലിയൊരു മലയെപ്പോലെ വലിപ്പമുണ്ട്, അത്രയും ആയിട്ടങ്ങനെ വിളങ്ങുകയും ചെയ്തു. വൃക്ഷേപ്യപതിതേ പുഷ്പേർ അവകീർണാമൃതവിതൈ. പുഷ്പങ്ങളിൽ നിന്ന് പലതരത്തിലുള്ള പുഷ്പങ്ങൾ താഴത്തേക്ക് വീണപ്പോൾ അണിഞ്ഞൊരുങ്ങിയിട്ടുള്ളൊരു സ്ത്രീയെ പോലെ അശോകവനിക കാണപ്പെട്ടു. അനവധി പുഷ്പങ്ങളൊക്കെ താഴത്തേക്ക് വീണിരുന്നു എന്ന് പറയുകയാണ്. അങ്ങനെ കെട്ടഴിഞ്ഞു പോയ കാർകൂന്തലും മാഞ്ഞു പോയിട്ടുള്ള അംഗരാഗം, പൊട്ട മുതലായിട്ടത് കൂടിയതായിട്ടുള്ള ഒരു സ്ത്രീയെ പോലെ ആ അശോകവനിക വിളങ്ങി. വിവിധ പുഷ്പങ്ങൾ, പവിഴം അതുകൊണ്ടുള്ള പല കെട്ടിടങ്ങൾ അതൊക്കെ ഉണ്ട് അതിനകത്ത്. ഒരുപാട് കെട്ടിടങ്ങളും ഹംസം, സാരസം, ചക്രവാകം മുതലായിട്ടുള്ള പക്ഷികളെ, ചില നദികളടക്കമുണ്ട്. അത്രയില്ല നദി, പർവ്വതമൊക്കെ ഉണ്ടെന്ന് പറയാം. തിദർശ നഗാൽ തസ്മിൻ നദീം നിബദിതാംഗവി. ഒരു നദി ഇങ്ങനെ വീണ് ഒഴുകണതടക്കം അതിൻ്റെ ഉള്ളിൽ കണ്ടു. അങ്ങനെ അത്ഭുതകരങ്ങളായിട്ടുള്ള പർവ്വതച്ചാർത്തുകളും വൃക്ഷങ്ങളും, ശിൻശിമാ വൃക്ഷത്തിൻ്റെ ഒരിതുണ്ട്. ആ വൃക്ഷത്തിൻ്റെ മുകളിൽ അങ്ങനെ കയറി നോക്കുകയാണ്. അറ്റത്ത് പൂക്കൾ ധാരാളം ഉള്ളതും
പൂമൊട്ടുകളും ഉള്ളതുമായ ആ ശിശുവൃക്ഷത്തിൽ കയറി മനസ്സിനെ ചിന്തിക്കണം. ഇതോ ദക്ഷ്യാമി വൈദേഹി രാമദർശനലാലസാം ഇതച്ചേതച്ച ദുഃഖാർത്ഥം സമ്പദന്തീം എതിച്ഛയ. ഇവിടെ എന്തായാലും കാണും എന്നൊരു പ്രതീക്ഷ. എങ്ങനെയോ വന്നു, കാണേണ്ടതാണ് എന്ന് തോന്നുന്നു എനിക്ക്. ഇതാവണം. ഇലഞ്ഞി, ചന്ദനം, ചെമ്പകം എന്നിവയെല്ലാം ഭൂഷിതമാണ് ഈ അശോകവനിത. എന്തായാലും ആ ധാരാളം പക്ഷികളൊക്കെ ഉള്ളതായിട്ടുള്ള രാമപത്നിയായിട്ടുള്ള സീത തീർച്ചയായിട്ടും ഇവിടേക്ക് വരാണ്ടിരിക്കില്ല. ഒന്നുമില്ലെങ്കിൽ നടക്കാനെങ്കിലും ഇവിടേക്ക് വരും. ഈ ഇങ്ങനത്തെ പ്രദേശങ്ങളൊക്കെ സീതയ്ക്ക് ഇഷ്ടമാണ് എന്ന് രാമൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഉണ്ടാവണം എന്നങ്ങനെ പറഞ്ഞ് ആ അശോകവനിക മുഴുവനങ്ങനെ നോക്കി കണ്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പലവധി കാര്യങ്ങൾ തിരഞ്ഞ് പറവകളായിട്ടും അതും ഇതും ഒക്കെ കണ്ടിട്ട് ഒടുവിൽ ഒരു സ്ത്രീയെ കാണുകയാണ്. അത് മിക്കവാറും സീത തന്നെയാവുമെന്നാണ് വിചാരിക്കണം. സീത ഇങ്ങനെ വർണ്ണിക്കുന്നുണ്ട് ഒരുപാട് ശ്ലോകങ്ങളിൽ. എങ്ങനെ കണ്ടു എന്നുള്ളത് ഇനി വിവരിക്കാൻ പോണേ ഉള്ളൂ. എങ്ങനത്തെ സീതയാണ് കണ്ടതെന്ന് വേറൊരു ഭാഗത്തെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇവിടെ ദാ കണ്ടു എന്നിങ്ങനെ നിർമ്മലം പ്രാംശുഭാവത്താ ഉല്ലിഗന്ധമിവാംബരം തതോ മലിന സംബീതാം രാക്ഷസീഭിസമാവൃതാം. രാക്ഷസകളാൽ ചുറ്റപ്പെട്ട് ഘോരരാക്ഷസികളാൽ ചുറ്റപ്പെട്ടിട്ട് ഒരിക്കലും സീതയ്ക്ക് യോജിക്കാതെ ചെന്നായ്ക്കളാൽ ചുറ്റപ്പെട്ട മാന് എങ്ങനെ പേടിച്ച് വിറച്ച് അവശ നിലയിൽ കഴിയുന്നുവോ അങ്ങനെ വളരെയധികം മുഷിഞ്ഞ വസ്ത്രത്തോട് ഇതെന്തായാലും സീതയാണ്. മണ്ഡോദരിയെ പോലെയല്ല, മുഷിഞ്ഞ വസ്ത്രം. നിർമ്മലം പ്രാംശുഭാവത്താർ ഉല്ലിഗന്ധമിവാംബരം തതോ മലിന സംബീതാം. മലിനമായിട്ടുള്ള മലിനവസ്ത്രം ധരിച്ച് രാക്ഷസീഭിസമാവൃതാൻ രാക്ഷസകളാ ചുറ്റപ്പെട്ട് ഉപവാസകൃശാന്തീനാം. ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പം എല്ലാം കൊണ്ടും സീതയ്ക്ക് ഉചിതമായിട്ടുള്ള വേഷങ്ങളാണ് കണ്ടത്. ഉപവാസകൃശാന്തീനാം നിശ്വസന്ധിയും പുനഃ ദുഃഖത്തോടു കൂടിയിട്ട് അങ്ങനെ നെടുവീർപ്പിട്ട് തതശ്ച ശുക്ലപക്ഷാദു ചന്ദ്രരേഖാമിവാമലാം. ഒരു ചന്ദ്രനെ പോലെ, ആകാശത്തുള്ളതായിരിക്കുന്ന ചന്ദ്രനെ പോലെ, തിങ്കൾക്കലയെ പോലെ, ഉച്ചങ്ങനെ ക്ഷീണിതനായിട്ടുള്ള ചന്ദ്രകല. പൂർണ്ണചന്ദ്രനെ പോലെ എന്ന് പറഞ്ഞാൽ സന്തോഷം ഉണ്ടാവണം, അതില്ല. ക്ഷീണിച്ചതായിട്ടുള്ളൊരു ചന്ദ്രക്കലയെ പോലെ കണ്ടാൽ തന്നെ തിരിച്ചറിയാൻ പറ്റാത്ത വിധം അത്ര അവശനിലയിലുള്ള ഒരു സ്ത്രീയെ കണ്ടു. അത് തീർച്ചയായിട്ടും സീത തന്നെയാണ്. ഇനി ആ സീതയുടെ വേഷവിധാനങ്ങൾ, സമ്പ്രദായങ്ങൾ ഒക്കെ എങ്ങനെയുണ്ട്, എങ്ങനത്തെ സീതയെ ആണ് ഹനുമാൻ കണ്ടത്, അതിങ്ങനെ വർണ്ണിക്കുകയാണ്. അത് കുറേ കാര്യങ്ങൾ ഉണ്ട്. അതുകൊണ്ട് സീത തന്നെയാണ് എന്ന് അവസാനം നിശ്ചയിക്കുന്നു. സീതയുടെ അപ്പോഴത്തെ അവസ്ഥകളൊക്കെ വിവരിക്കുന്നു. അത് സർവതവ പൂർവന്നാമതഭോവനാധിഗമനം മത്വാ മൃഗങ്കാഞ്ചനം വൈദേഹീകരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീനിഗ്രഹണന്തമുദ്ധരണം ലങ്കാപുരീദാഹനം പശ്ചാത് രാവണകുംഭകർണനിധനം മേധസ്യ രാമായണം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.